ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ്. അപ്പോൾ ഈ പോർക്ക് ഫ്രൈ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനിടയിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒരു കടായിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിടുക. ദെൻ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച പോർക്ക് അതിടല്ലേ. അതിനു മുമ്പ് നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി, ഞാൻ വെളുത്തുള്ളിയുടെ ആ തൊലിയൊന്നും കളയാതെയാണ് ചതച്ചെടുത്തത്. പിന്നെ പോർക്ക് ഞാൻ വേവിച്ച് വെച്ചതാണ്. എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പോർക്കിൽ നിന്നുള്ള ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല കളർ കിട്ടും. ഇത് സാധാരണയാണെങ്കിലും ഈ ചില്ലി പൗഡറിന് ഇച്ചിരി എരിവും കൂടുതലാണ്, നല്ല കളറും ഉണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് കേട്ടോ. അതെ, നോക്കൂ, നെയ്യൊക്കെ അങ്ങോട്ട് നല്ലോണം ഒന്ന് ഉരുക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം ഫ്രൈ ചെയ്യേണ്ട. അധികം ഫ്രൈ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് റബ്ബർ പോലെ ഇരിക്കും, കട്ടിയായിരിക്കുള്ളൂ, കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഫ്രൈ ആണെങ്കിലും നമുക്കൊരു ജ്യൂസി ആയിട്ടിരുന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫ്രൈ ആയിട്ടുമില്ല. കണ്ടോ, ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കഴിക്കാൻ നമുക്ക് തോന്നും അല്ലേ. ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ ആ ഒരു കട്ടിയായിരിക്കും, നമുക്കൊരു ഇത് തോന്നത്തില്ല. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കരമായിട്ട് റബ്ബർ പോലെ ആയിട്ടില്ല, ഒരു ജ്യൂസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെ സെയിം ടൈം നമുക്ക് ആ റോസ്റ്റല്ല, ആ ഫ്രൈയുടെ ആ ഒരു ഫീലിങ്ങും കിട്ടുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.